ലിവിങ് വേൾഡ് പാർട്ട് 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ പോർഷനായ ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്? The aids or the helping tools or the techniques used to store and preserve the information as well as the specimens are called as taxonomical aids. ടാക്സോണമി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടാക്സോണമി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് ടൂൾസിനെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുക. അതിൽ നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ സ്പെസിമെൻസിനെ അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഇത് രണ്ടും ടാക്സോണമിക്കിൻ്റെ സ്റ്റഡീസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The taxonomic study requires these plants, animals for various sectors like agriculture, forestry, industry, etc. Taxonomic studyക്ക് ഒരുപാട് പ്ലാന്റ്സിനെ വേണം, ആനിമൽസിനെ വേണം. ആ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് അഗ്രികൾച്ചറിലും ഫോറസ്ട്രിയിലും ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സിന് ടാക്സോണമിക് സ്റ്റഡി നിർബന്ധമാണ്. ആ ടാക്സോണമിക് സ്റ്റഡിയെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ടാക്സോണമിക്കൽ എയ്ഡ്സ് മേക്ക് ദിസ് ടാക്സോണമി സ്റ്റഡി ഈസിയർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു പിക്ചറിൽ ടാക്സോണമിക്കൽ എയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ എയ്ഡ്സിൽ നമുക്ക് പഠിക്കാനുള്ള പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്, ഹെർബേറിയം ഉണ്ട്, മോണോഗ്രാഫ്സ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്, സുവോളജിക്കൽ പാർക്സ്, കീസ്, ഫ്ലോറ ആൻഡ് മാനുവൽ. ഇത്രയും കാര്യങ്ങളാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഹെർബേറിയം. Herbarium is a storehouse of collected plant specimens that are dried, pressed and preserved on sheets. These sheets are arranged according to a universally accepted system of classification. The specimens along with their description on herbarium sheets become a storehouse or repository for future use. The herbarium sheets also carry a label providing information about the date and place of collection, English and local and botanical names, family, collector's name, etc. This herbaria also serve as a quick referral system in taxonomical studies. ടാക്സോണമിക്കൽ സ്റ്റഡിയുടെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഹെർബേറിയം. ഹെർബേറിയത്തിൽ പ്ലാന്റ്സിന് ഡെഡായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഹെർബേറിയം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റിൻ്റെ സ്പെസിമെൻ എടുക്കാം. അതായത് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ട്വിക്ക്, ഒരു കഷ്ണം പീസ് എടുക്കാം. ഒരു അറ്റത്തുനിന്ന് നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഡ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണക്കിയെടുക്കാം. ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് വിരിച്ച് വെക്കണം. ഫസ്റ്റ് വിരിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ മുകളിൽ നന്നായിട്ട് അമർത്തി വയ്ക്കാം. അതിന് മേലെ നന്നായിട്ട് ഒരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സോ അല്ലെങ്കിൽ ഒരു ബുക്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് ആയിട്ട് വെക്കാം. അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ലീഫിനെയും ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ ഫ്ലവർ അല്ലെങ്കിൽ ബഡ് ആണെങ്കിൽ ബഡ്, അതുപോലെയുള്ള ഒരു ഷീറ്റ് എടുത്തതിന് ഒരു പ്ലാന്റിൻ്റെ കഷ്ണം നമ്മൾ വൃത്തിയുള്ള ഒരു പേപ്പറിലേക്ക്, അതായത് ഒരു ഹെർബേറിയം ഷീറ്റിലേക്ക് നമ്മൾ മാറ്റി ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ച് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് കോർണറിൽ നമ്മൾ അതിൻ്റെ ഡേറ്റും പ്ലേസ് ഓഫ് കളക്ഷനും ഇംഗ്ലീഷ് നെയിമും അതിൻ്റെ ലോക്കൽ നെയിമും ബൊട്ടാണിക്കൽ നെയിംസും ഫാമിലിയും ആരാണത് കളക്ട് ചെയ്തതെന്നൊക്കെ എഴുതി വെക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഷീറ്റ്സിനാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോ ഹെർബേറിയം ഷീറ്റ് എന്താണ്. ഇതൊരു ഹെർബേറിയം ഷീറ്റാണ്. ഇത് തുളസിയുടെ ലീഫാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫ്ലവറിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഇവിടെ കണ്ടോ ഒരു ഷീറ്റ് ഉണ്ട്, ഹെർബേറിയത്തിൻ്റെ ഒരു കളക്ടേഴ്സ് നെയിമും പ്ലേസും ഡേറ്റ് ഓഫ് കളക്ഷനൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ കാണാം. അതുപോലെ ഇതും ഒരു ഹെർബേറിയം ഷീറ്റാണ്. ഇത് നമുക്കറിയാവുന്ന ഹിബിസ്കസ് ചെമ്പരത്തി പൂവിൻ്റെയാണ്. അപ്പം അതിൻ്റെയും താഴെ നമുക്ക് കാണാം
റേറ്റ് ഓഫ് കളക്ഷനും ആരാണ് കളക്ട് ചെയ്തതെന്നൊക്കെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. ഇതൊരു സിംഗിൾ ഹെർബേറിയം ഷീറ്റാണ്. ഇതൊരു ഹെർബേറിയം ഷീറ്റിൻ്റെ, അതായത് ഒരു ഫാമിലി മൊത്തത്തിൽ ഒരു ഹെർബേറിയത്തിൻ്റെ ഒരു ബുക്കിലേക്കാക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഷീറ്റ് എടുത്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിൻ്റെ ലീഫിൻ്റെ വീനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അതിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഓരോ ഫ്ലവറിൻ്റെ ഓരോ ഇതിൽ നിന്ന് ബഡ്സും വരുന്നത് എവിടെ നിന്നാണ്, ആക്സിയലാണോ ടെർമിനലാണോ, അതിൻ്റെ പൊസിഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. അതുപോലെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഫ്ലവറിൻ്റെ സ്റ്റേമൻ എങ്ങനെയാണ്, പെറ്റൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലവർ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഹെർബേറിയത്തിൻ്റെ ഒരു ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റെഫറൽ സിസ്റ്റമാണ് ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ്. ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. These are the specialized gardens have collections of living plants for reference. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവായിട്ട് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു പ്രത്യേക ഫാമിലിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ജീനസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്ലാന്റിനെ കൾട്ടിവേറ്റ് ചെയ്യാനും ഉള്ള സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ ഇഷ്ടം പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് സ്പീഷീസും വെറൈറ്റി ഓഫ് ജീനസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് കാണാം. പ്ലാന്റ് സ്പീഷീസ് ഇൻ ദിസ് ഗാർഡൻസ് ആർ ഗ്രോൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ്. ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഗാർഡൻസിൽ ഇങ്ങനെ പ്ലാന്റ്സിനെ വെക്കുന്നത്. And each plant is labeled indicating its botanical or scientific name and its family. ഓരോ പ്ലാന്റിൻ്റെ മുകളിലും, നിങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയവരായിരിക്കും, അവിടെയൊക്കെ ഒരു കൂട്ടം പ്ലാന്റ്സിൻ്റെ അടുത്ത് ഒരു ഫ്ലവറിങ് സീസണുള്ള സമയമാണെങ്കിൽ അവിടെ ഒരു ലേബൽ ചെയ്തിട്ട് അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ഫാമിലി എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഇനി ഒരു ട്രീ ആണ് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇരിക്കുന്നതെങ്കിൽ ആ ട്രീൻ്റെ മുകളിൽ ഒരു ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. അതൊരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരാൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയാൽ തന്നെ ഇതിന്ന ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി ഫേമസ് ആയിട്ടുള്ള 2 ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ പേര് നമ്മളവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനും പിന്നെ ഇന്ത്യയിലുള്ള ഹൗറയിലുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഡയഗ്രാംസ് ജസ്റ്റ് നോക്കാം. ഇത് ഇംഗ്ലണ്ടിൽ കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഒത്തിരി ഭംഗിയുള്ള പിക്ചേഴ്സാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡനാണ് ഈ ഇംഗ്ലണ്ടിൽ കാണുന്നത്. പിന്നെ ഇത് ഇന്ത്യയിലുള്ളതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ഹൗറ. ഹൗറയിൽ കാണുന്ന ആൽമരത്തിൻ്റെ ഒക്കെ പിക്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. ഇത് അതേപോലെ ഭംഗിയുള്ള ഗാർഡൻസും ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് ഹൗറയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി Museums have collections of preserved plant and animal specimens for study and research. ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കുന്ന പ്ലാന്റും ആനിമൽസുമാണ്, രണ്ടും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ രണ്ടും വരുന്നുണ്ട്, പ്ലാന്റും വരുന്നുണ്ട്, ആനിമലും വരുന്നുണ്ട്. പക്ഷെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്, അതായത് ഡെഡ് ആയിട്ടുള്ള ആനിമൽസിനെ സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്. Specimens are preserved in the containers or jars in preservative solutions. സ്പെസിമെൻസ് ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ജാറിലോ ഫോർമാലിൻ്റെ സൊല്യൂഷനിൽ, പ്രിസർവേറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഫോർമാലിനാണ്, അതായത് ഒരു സ്കിന്ന് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമാലിൻ സൊല്യൂഷൻ. കുറേ വർഷങ്ങളോളം അത് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ്. അപ്പോൾ സ്പെസിമെൻസ് കണ്ടെയ്നറിലോ ജാറിലോ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഇറ്റ് ഓൾസോ പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻസ്, നന്നായി ഉണക്കിയിട്ട് കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിങ് ആൻഡ് പിന്നിങ്. ഇൻസെക്ട് ബോക്സസ് ഉണ്ടാക്കും, കളക്ട് ചെയ്യണം, എന്നിട്ട് അതിനെ നന്നായിട്ട് ക്ലോറോഫോം എല്ലാം കൊടുത്തിട്ട് മഴയ്ക്ക് കിടത്തിയതിന് ശേഷം പിന്നെ അതിന് പിൻ ചെയ്യാണ് ചെയ്യുക. ലാർജ് ആനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മമ്മൽസ് ആർ യൂസ്ഡ് സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ്.
ബേർഡ്സിനെയും മാമൽസിനെയും ഒക്കെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിലുള്ള ബോഡി ഓർഗൻസ് ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറെ കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് അതിന് ശേഷം സ്റ്റഫ് ചെയ്യാണ് ചെയ്യുക. മ്യൂസിയംസ് ഓഫൺ ഹാവ് കളക്ഷൻസ് ഓഫ് സ്കെലിറ്റൺ ഓഫ് ആനിമൽസ് ടു. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഒരുപാട് സ്കെലിറ്റൺസും അതിൽ കാണാൻ പറ്റും. നമുക്ക് നോക്കാം മ്യൂസിയത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഇൻസെക്റ്റ് ബോക്സസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കളക്ട് ചെയ്തതിന് ശേഷം കില്ല് ചെയ്തതിന് ശേഷം അതിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ പെട്ടിരിക്കുന്ന ഇൻസെക്ട്സ് ആണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതേപോലെ ഇത് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ജാർസ് ആണ്. അവിടെയാണ് നമുക്ക് കിട്ടിയ ഓർഗാനിസംസിനെ അതേപോലെ ഒരു പ്രിസർവ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിൽ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും സ്കെലിറ്റൺസ് ആണ്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഏതൊക്കെ ആനിമലിൻ്റെയാണ് സ്കെലിറ്റൺസ് എന്നുള്ളത്. ഇത് അതേപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആനിമൽസ്, ബേർഡ്സ് ആണ്. അപ്പോൾ ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫെതേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിനെവിടെയും ഒരു ഫോൾട്ടും വരുത്താതെ കണ്ടിട്ട് നമ്മളതിൻ്റെ ബോഡി ഓർഗൻസ് മുഴുവനും പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സുവോളജിക്കൽ പാർക്ക്. These are the places where wild animals are kept in protected environments under human care. മനുഷ്യൻ്റെ സംരക്ഷണതയോട് കൂടിയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ അതിൻ്റെ സെയിം ഹാബിറ്റാറ്റിൽ തന്നെ ജീവിക്കുന്ന ആനിമൽസിൻ്റെ സ്ഥലമാണ് സുവോളജിക്കൽ പാർക്സ്. ദിസ് എനേബിൾ us to learn about their food habits and behavior. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്നും അതിൻ്റെ ബിഹേവിയർ എന്താണെന്നൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സുവോളജിക്കൽ പാർക്ക് ഉപയോഗിക്കും. All animals in a zoo are provided as far as possible. This condition is similar to their natural habitat. എത്രത്തോളം നമുക്ക് അവരുടേതായ നാച്ചുറൽ ഹാബിറ്റാറ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു സൂ അല്ലെങ്കിൽ ഒരു സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം, ലയണും ടൈഗറും അങ്ങനെയുള്ള വൈൽഡ് ആനിമൽസിനൊക്കെ അതിൻ്റേതായ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ സുവോളജിക്കൽ പാർക്കിൽ കൊടുക്കുക. അതുപോലെയുള്ള ഒരു എൻവയോൺമെൻ്റ് അല്ല നമ്മൾ ക്രൊക്കഡൈലിനും അലിഗേറ്ററിനും കൊടുക്കുന്നത്. അതുപോലെയുള്ള ഒരു സ്ഥലമല്ല നമ്മൾ ബേർഡ്സിന് കൊടുക്കുന്നത്. അതായത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതേ സെയിം അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് സുവോളജിക്കൽ പാർക്കിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാവുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഫുഡ് ഹാബിറ്റ്സും അതിൻ്റെ ബിഹേവിയറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. എല്ലാവരും സൂ ഒക്കെ കണ്ട് പരിചയമുള്ളവരാണ്. അപ്പോൾ ഇതൊത്തിരി ആനിമൽസ് അതിൻ്റേതായ ഹാബിറ്റാറ്റിൽ വളരുന്ന ഒത്തിരി ആനിമൽസിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണ് കീ ആണ്. Key is another taxonomical aid used for identification of plants and animals based on their similarities and dissimilarities. ഇതാണ് അവസാനത്തെ ടാക്സോണമിക്കൽ എയ്ഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഐഡൻറ്റിഫിക്കേഷൻസ് ഓഫ് പ്ലാന്റ്സിനും ആനിമൽസിനെയും കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എയ്ഡാണ് കീ എന്ന് പറഞ്ഞാൽ. പക്ഷെ കീ നമ്മൾ ചെയ്യുന്നത് ഒരു ആനിമലിൻ്റെയും രണ്ടാമത്തെ ആനിമലിൻ്റെയും സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സിമിലാരിറ്റി പറയുമ്പം അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഡിസിമിലാരിറ്റി പറയുന്നുണ്ടാവും. അങ്ങനെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ലീഡ്. ഈ ലീഡ് വെച്ചിട്ടാണ് നമ്മൾ അത് ഇന്ന ഓരോ ഫാമിലിയിൽപ്പെട്ട ഓർഗാനിസമാണോ അല്ലേ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The keys are based on the contrasting characters generally in a pair called couplet. Contrasting characters വെച്ചിട്ടാണ് ഓരോ കീസിനെയും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പെയറായിട്ട് വരുന്ന കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് കപ്ലെറ്റ് എന്ന്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ്. രണ്ട് ഓപ്പോസിറ്റ് ഓപ്ഷൻസിലെ യെസ് ഓർ നോ എന്നുള്ള ചോയ്സ് കൊടുക്കാനാണ് കീസ് ഉപയോഗിക്കുന്നത്. ദിസ് റിസൾട്ട്സ് ഇൻ ആക്സെപ്റ്റൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് റിജക്ഷൻസ് ഓഫ് ദ അതർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, രണ്ടാമത്തതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. സെപ്പറേറ്റ് ടാക്സോണമിക് keys are required for each taxonomic category such as family, genus and species for identification purpose. ഒരു പ്രത്യേക ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു കീ, അതിൻ്റെ ജീനസിന് വേണ്ടിയിട്ട് വേറൊരു കീ, അതിൻ്റെ സ്പീഷീസിന് വേണ്ടിയിട്ട് വേറൊരു കീ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. കീസ് എപ്പോഴും അനാലിറ്റിക്കൽ ഇൻ നേച്ചറാണ്. അപ്പോൾ അത്രയാണ് കീസിനെ കുറിച്ചിട്ടുള്ളത്. ഈ കീസിൻ്റെ രണ്ട് എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ രണ്ട് ആനിമൽസിൻ്റെ ഇതിലെ കീസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ സ്കിന്നാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ രണ്ട് ആനിമൽസിൽ ഒന്ന് നോ, സെലമാൻഡറിൽ ഒരിക്കലും ഡ്രൈ സ്കിന്നല്ല, അത് ആംഫീബിയനാണ്, അത് മോയിസ്റ്റ് സ്കിന്നാണ്.
അപ്പോൾ പക്ഷേ ലിസാർഡിന് ഡ്രൈ സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ ലിസാർഡ് അതിൽ പെട്ടു. ഓക്കെ, ഇനി ലിസാർഡിൽ നിന്നും വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹെയർസ് ഉണ്ടോ എന്നുള്ളതാണ്. നോ, ഹെയർസ് ഇല്ല. അപ്പം നോ. ഇനി യെസ് ഉള്ള ആനിമലാണ് ആര്? ടൈഗർ. അപ്പോൾ ടൈഗറിൻ്റെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ യെസ് ഉള്ളതിൻ്റെ രണ്ടാമത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ഓപ്പോസിബിൾ തംസ് ഉണ്ടോ, അതായത് ഒരെണ്ണം ഫ്രണ്ടിലോട്ടും ബാക്കി 4 പിന്നിലോട്ടും വരുന്ന ഫിംഗേഴ്സാണോ തമ്പുകളാണോ അതിന് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടൈഗറിന് നോ ആണ് ആൻസർ, പക്ഷേ ഗൊറില്ലയ്ക്ക് യെസ് ആണ്. ഇനി ഗൊറില്ലിൻ്റെ ഇതിലോട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബൈപ്പീഡൽ ആണോ? ബൈപ്പീഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാലിൽ നടക്കുന്ന ആളുകളാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോ എന്നാണ് ഗൊറില്ലയുടേത്, ഇവിടെ മനുഷ്യനാണെങ്കിൽ അത് യെസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നോക്കിയിട്ട് ഒരെണ്ണത്തിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും നമ്മൾ റിജക്റ്റ് ചെയ്യാണ്. അവസാനം നമ്മൾ എത്തുന്നത് ഏതെങ്കിലും ഒരൊറ്റ പെർട്ടിക്കുലർ ആനിമലിലേക്കോ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിലേക്കോ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കീസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ അതേപോലെ വേറൊരു കീ കാണുന്നുണ്ട്, നമ്മൾ വേർട്ടിബ്രേറ്റിൻ്റെ കീ ആണ്. വേർട്ടിബ്രേറ്റിൽ ഫർ ഉള്ളതും നോ ഫറും. ഓക്കെ, ഫർ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫറുള്ള ആനിമൽസ് മുഴുവനും മിക്കവാറും മാമൽസിലായിരിക്കും. നോ ഫർ ആണെങ്കിൽ അതായത് ഫേഴ്സ് ഇല്ലാത്ത ആനിമൽസ് ഫെദേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ ഫെദേഴ്സ് ആയിരിക്കാം. ഫെദേഴ്സ് ഉള്ളത് ഏതിലാണ് പെടുന്നത്? ബേർഡ്. ഇനി നോ ഫെദേഴ്സ് ഉള്ളതിൽ ഇന്ന് 2 എണ്ണം ഉണ്ട്, ഡ്രൈ സ്കിന്നും വരും മോയ്സ്റ്റ് സ്കിന്നും വരും. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് റെപ്റ്റൈലായിരിക്കും, മോയ്സ്റ്റ് സ്കിൻ ആണെങ്കിൽ 2 എണ്ണം വരാം, ആംഫീബിയൻ വരാം, ഫിഷസും വരാം. അതിൽ തന്നെ സ്കെയിൽസ് ഉള്ളതാണെങ്കിൽ ഫിഷസ് ആയിരിക്കും, നോ സ്കെയിൽസ് ആണെങ്കിൽ ആംഫീബിയൻസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീസിനാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഈ കേസിൻ്റെ പുറമെ, നേരത്തെ പറഞ്ഞിരിക്കുന്ന 5 കീസിന് പുറമെ ഒരു 3-4 കീസും കൂടെ എയ്ഡ്സും കൂടെ നമ്മൾ ടാക്സോണമിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഫ്ലോറ. ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന ഒരു പ്ലാന്റ്സിൻ്റെ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനും പറ്റി പറയുന്നതാണ് ഫ്ലോറ എന്ന് പറഞ്ഞാൽ. ദിസ് പ്രൊവൈഡ് ദ ഇൻഡെക്സ് ടു ദ പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിൻ്റെ ഇൻഡെക്സ് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് നമുക്ക് സഹായകമാവും. അപ്പോൾ പിന്നെ വരുന്നതാണ് മാനുവൽസ്. ദേ ആർ യൂസ്ഫുൾ ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. മാനുവൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഏതൊക്കെ സ്പീഷീസ് ഉണ്ടെന്നും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ പേരുകളും പഠിക്കാൻ നമുക്ക് മാനുവൽസ് ഹെൽപ്ഫുൾ ആവും. പിന്നെ മൂന്നാമത്തേതാണ് മോണോഗ്രാഫ്സ്. ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാക്സോണിൻ്റെ മാത്രം ഇൻഫർമേഷൻ പറയുന്നതാണ് മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കാറ്റലോഗ്സ്. This provide the list of the publications. This publication publish the books, periodicals and dictionaries which provide new information for taxonomic studies. Taxonomic studiesന്റെ പുതിയ ഇൻഫോർമേഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. ആ പബ്ലിക്കേഷൻസിൽ ബുക്സ് ഉണ്ടാവും, പീരിയോഡിക്കൽസ് ഉണ്ടാവും, ഡിക്ഷണറീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് കാറ്റലോഗ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചിത്രം കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതൊരു കാറ്റലോഗ്സിൻ്റെ പിക്ചറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. ഇത് അതേപോലെ ഒരു കാറ്റലോഗ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബുക്സ് ആണ് ഇത് 2 എണ്ണം. ഓക്കെ, അപ്പോൾ ആ കാറ്റലോഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും ആ പ്ലാന്റ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അടുത്തത് മോണോഗ്രാഫാണ്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഫാമിലി കൊടുത്തിട്ടുണ്ടാവും, പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ മെഡിസിനൽ യൂസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മോണോഗ്രാഫിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഡ്രഗ് നെയിം, കെമിക്കൽ നെയിം കൊടുത്തിട്ടുണ്ടാവും, കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, സോലബിലിറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ച് പറയുന്നതിനെയാണ് മോണോഗ്രാഫ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാക്സോണമിക്കൽ എയ്ഡ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.